മലബാർ കേന്ദ്രഭരണ പ്രദേശമായി മാറും, ഉറപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ നമ്മുടെ ചാനലിൽ വന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ പലരും താഴെ വന്നിട്ട് പിന്നെ മലബാർ ഇപ്പൊ കേന്ദ്രഭരണ പ്രദേശമാകും എന്നൊക്കെ പറഞ്ഞ് ചില കമന്റുകൾ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ സത്യം അതല്ല. ഇവരുടെ ഉള്ളിൽ വല്ലാത്ത പേടിയാണ്. പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത് എന്ന് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ മലബാറിനെ കുറിച്ച് കേരളത്തിൽ മിണ്ടിപ്പോയ വലിയ പ്രശ്നമാണ്. മലബാർ അല്ലെങ്കിൽ മലപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ലോക റെക്കോർഡിലുണ്ട്. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ജനസംഖ്യ കൂടുന്ന ജില്ലയാണ് മലപ്പുറം. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം, ഗൂഗിൾ ചെയ്താൽ കിട്ടും. മലപ്പുറത്തിന് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. മലപ്പുറത്ത് എന്തുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ജനസംഖ്യ കൂടുന്നത്? ഇപ്പോൾ ചില ആളുകൾ താഴത്ത് വന്നിട്ട് പറയും, എടാ ഈ മലപ്പുറത്തുള്ള ആളുകളൊക്കെ കുട്ടികളെ ഉണ്ടാക്കുന്നുണ്ട്, നിനക്കൊന്നും പറ്റാത്തത് കൊണ്ടാണ്. അതെ, ശരിയാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ നമ്മുടെ ദേശീയ നയത്തിൻ്റെ ഭാഗമായി 2 കുട്ടികൾ പരമാവധി എന്നൊരു വ്യവസ്ഥ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിർദ്ദേശം പാലിച്ചു ജീവിക്കുന്നവരാണ്. അല്ലാതെ 2ഉം 3ഉം കെട്ടി അതിൽ 5ഉം 6ഉം പിള്ളേരെ ഉണ്ടാക്കുന്ന പരിപാടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചെയ്യുന്നില്ല. കാരണം ഒരു ദേശീയ ബോധത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയും നമ്മുടെ വിഭവങ്ങളുടെ അവസ്ഥയും ഒക്കെ പരിഗണിച്ച് കേന്ദ്ര സർക്കാർ കാലങ്ങൾക്ക് മുമ്പേ, മോദി വരുന്നതിന് മുമ്പേ പറഞ്ഞ ഈ വ്യവസ്ഥ പാലിച്ചു ജീവിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ അസ്വാഭാവികമായ രീതിയിൽ ചില വിഭാഗങ്ങളുടെ ജനസംഖ്യ ഡെമോഗ്രാഫിയിൽ വ്യത്യാസമുണ്ടാവുന്നു. അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മാത്രമല്ല, മറ്റു ജനവിഭാഗങ്ങളുമായുള്ള സാമുദായിക സന്തുലിതാവസ്ഥയും ബാധിക്കുന്നു. അതുകൊണ്ട് ഒരു ദേശീയ തലത്തിൽ ഒരു ഹൈ പവർ ഡെമോഗ്രാഫി മിഷൻ രൂപീകരിക്കുമെന്ന് കഴിഞ്ഞ ആഗസ്റ്റ് 15-ന് ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. അത് നടപ്പാക്കി എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവലേക്കറുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല കമ്മീഷൻ രൂപീകരിച്ചു. ആ കമ്മീഷന്റെ ആദ്യത്തെ മീറ്റിംഗ് ഇന്നലെ നടന്നു. നമ്മുടെ മാധ്യമങ്ങളൊന്നും കണ്ടിട്ടില്ല. കാരണം മാധ്യമങ്ങൾ കാണാത്തതുകൊണ്ടല്ല, അത് പറയാത്തതാണ്. ആ യോഗത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പങ്കെടുത്തത്. അമിത്ഷാ പങ്കെടുത്തു എന്നും മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെ പങ്കെടുപ്പിച്ചു എന്നും മാത്രമല്ല, ഈ കമ്മീഷന് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകാൻ ഉത്തരവ് നൽകി. നോക്കൂ, കേരളം ഭരിക്കുന്നത് UDF സർക്കാരാണ്. കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. കേരളത്തിലെ മുന്നണിയിൽ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. മലപ്പുറത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയമാണ് ലീഗിൻ്റെത്. അത് മലപ്പുറം മാത്രം പോരാ, തിരൂരും ഒക്കെ പുതിയ ജില്ല ഉണ്ടാക്കണം എന്ന് വാദിക്കുന്ന ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര വകുപ്പിൽ നിർണായകമായ സ്വാധീനമുണ്ടാവും. പക്ഷേ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ കീഴിലാണ് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി പറയാണ്, ഈ പറയുന്ന ഡെമോഗ്രാഫി കമ്മീഷൻ കേരളത്തിലേക്ക് വരുന്നു, എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ ഉത്തരവ് ലംഘിക്കാൻ കേരളത്തിലെ ആഭ്യന്തര സെക്രട്ടറിക്ക് കഴിയില്ല. സ്വാഭാവികമായും എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തേ പറ്റൂ. ഇന്നലത്തെ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത്, അസ്വാഭാവികമായി ഇന്ത്യയിൽ എവിടെയൊക്കെ ജനസംഖ്യ കൂടുന്നുണ്ടോ ആ സ്ഥലങ്ങളെല്ലാം ഈ കമ്മീഷൻ, സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് പ്രഭാകർ അവലേക്കർ, മൃത്യുഞ്ജയ കുമാർ നാരായണൻ, മുൻ IAS ഓഫീസറായ ദുർഗാ ശങ്കർ മിശ്ര, മുൻ IPS ഓഫീസറായ ബാലാജി ശ്രീവാസ്തവ, ഷാമിക ദേവി എന്നിവരടങ്ങുന്ന ഈ ഉന്നതതല ഡെമോഗ്രാഫി കമ്മീഷൻ ഈ സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിക്കും. ഉറപ്പല്ലേ? അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തോതിൽ അസ്വാഭാവികമായി ജനസംഖ്യ വർദ്ധിക്കുന്ന മലപ്പുറത്ത് ഉറപ്പായും ഈ കമ്മീഷൻ വരും. കമ്മീഷൻ വന്നിട്ട് അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ, അവിടുത്തെ ബ്യൂറോക്രാറ്റ്സ് എന്നിവരുമായി സംവദിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യനെയർ, ചോദ്യാവലി തയ്യാറാക്കും. ഈ ചോദ്യാവലി കൊടുത്ത് ഉത്തരങ്ങൾ തേടി കമ്മീഷൻ സ്വന്തം നിലയിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കും. അവിടെ പ്രശ്നങ്ങൾ എന്താ പ്രശ്നം? അവിടെ പ്രശ്നമുണ്ടെന്നേ. കാരണം നമ്മുടെ ശരീരത്തിൽ അസ്വാഭാവികമായി കോശങ്ങൾ കൂടുന്ന പ്രക്രിയ, അതിനെ വിളിക്കുന്ന പേരാണ് ക്യാൻസർ.
അപ്പോൾ കോശങ്ങൾ വളരണം, സ്വാഭാവികമായി വളരണം, ജനസംഖ്യ വളരണം, സ്വാഭാവികമായി വളരണം. പക്ഷേ ചില പ്രത്യേക കോശങ്ങൾ മാത്രം ഇങ്ങനെ നിരന്തരം അനുസ്യൂതം ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നാൽ ക്യാൻസർ ആണ്. ഇത് ഇന്ത്യയുടെ പല അതിർത്തി സംസ്ഥാനങ്ങളിലും കാണുന്നുണ്ട്. ഇപ്പൊ ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങൾ, അവിടെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും സന്താൾ വിഭാഗം. സന്താൾ വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴയ ഒരു ആദിവാസി ഗോത്ര വിഭാഗമാണ്. അവിടേക്ക് അതിർത്തി കടന്നു വരുന്ന മുസ്ലിമുകൾ വലിയ തോതിൽ അതിർത്തി കടന്ന്, ബംഗ്ലാദേശി മുസ്ലിമുകൾ അതിർത്തി കടന്നു വന്ന് ജാർഖണ്ഡിന്റെയും ബംഗാളിന്റെയൊക്കെ അതിർത്തിയിലുണ്ട്, കടന്നു വന്ന് സാന്താൾ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ കെട്ടും. എന്തിനാണെന്നറിയോ? അവിടെ സാന്താൾ വിഭാഗത്തിന് പാരമ്പര്യമായി സ്വത്തവകാശമുള്ളത് പെൺകുട്ടികൾക്കാണ്, സ്ത്രീകൾക്കാണ് ഭൂമിയുടെ അവകാശം. അപ്പൊ സ്വാഭാവികമായും ബംഗ്ലാദേശി മുസ്ലിമുകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഇന്ത്യയിലെ സാന്താൾ വിഭാഗത്തിനെ കെട്ടും. കെട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഭൂമിയുടെ ഉടമകളായിട്ട് ഈ ബംഗ്ലാദേശി മുസ്ലിമുകൾ മാറും. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, അല്ല പെൺകുട്ടികൾക്കല്ലേ സ്വത്തവകാശം? അത് സാന്താൾ കുട്ടികൾ. സ്വാഭാവികമായും മുസ്ലിമുകൾ അതിർത്തി കടന്നു വന്ന് ഈ സാന്താൾ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ മതം മാറ്റും, മുസ്ലിം ആവും. പിന്നീട് ഭൂമിക്ക് ഈ പെൺകുട്ടികൾക്ക് അവകാശമില്ലാതായി മാറും. അത് ഈ കെട്ടാൻ വരുന്ന, അതിർത്തി നൂണ്ടുവരുന്ന ഊശാന്താടി വെച്ച മൊല്ലാക്ക ജമാഅത്തെ ഇസ്ലാമിക്കാരനായിട്ട് മാറും. അവൻ ഭൂമിയുടെ ഉടമസ്ഥനാവും. ആര്? ബംഗ്ലാദേശി. അതിർത്തിയിൽ ഇത് വലിയ പ്രശ്നമാണ്. സാന്താൾ വിഭാഗം ഇല്ലാതാവുന്നു, അവിടുത്തെ ഭൂമി ഇങ്ങനെ ഇവർ ഗ്രാബ് ചെയ്യുന്നു. ഇത് വലിയ പ്രശ്നമായി ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട്, കേസാണ്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ വലിയ തോതിലുള്ള ഈ ഡെമോഗ്രാഫി, ജനസംഖ്യയിലെ ചേഞ്ച്, മാറ്റം നമ്മുടെ അതിർത്തി മേഖലകളെ വല്ലാതെ ബാധിക്കുന്നു, രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നു. നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് കേസുകളാണ് ഈ സാന്താൾ മേഖലയിൽ നടക്കുന്നത്. ഇങ്ങനെ ആസാമിന്റെ, ജാർഖണ്ഡിന്റെ, ബംഗാളിന്റെ, ത്രിപുരയുടെ അതിർത്തിയിലൊക്കെ കൃത്രിമമായി നുഴഞ്ഞു കയറി ജനസംഖ്യ മാറ്റുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000 എന്ന് പറഞ്ഞതുപോലെ ഓരോ വർഷവും മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ അങ്ങ് പൊട്ടി മുളച്ച് വസന്തം പോലെ വിടരുകയാണ് ഒരു പ്രത്യേക വിഭാഗത്തിലെ കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളോടൊക്കെ നമുക്ക് സ്നേഹമാണ്. പക്ഷേ ഈ ജനസംഖ്യാ വിസ്ഫോടനം എവിടെ ചെന്ന് അവസാനിക്കും? കാരണം രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണം ആവശ്യമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ഇങ്ങനെ അനിയന്ത്രിതമായി ഒരു വിഭാഗത്തിന്റെ മാത്രം ജനസംഖ്യ കൂടിക്കൊണ്ടിരുന്നാൽ ഈ രാജ്യത്ത് വലിയ സാമുദായിക സംഘർഷം ഉണ്ടാകും. കാരണം ഇപ്പോൾ തന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളിൽ അവർ അവരുടെ നിയമങ്ങളാണ് നടപ്പാക്കുന്നത്. അവർക്ക് ഇഷ്ടമല്ലാത്ത, അവരുടെ വിശ്വാസപ്രകാരം അഹിതമായ, വിലക്കപ്പെട്ട കാര്യങ്ങളൊന്നും അനുവദിക്കില്ല. ഇപ്പൊ നോക്കൂ, ലക്ഷദ്വീപിൽ ഏതാണ്ട് 99% മുസ്ലിങ്ങളാണ്. അവിടെ വിനോദസഞ്ചാര വികസനത്തിന്റെ ഭാഗമായി മാൽദീവ്സിനോടൊക്കെ നമ്മൾ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിനോദസഞ്ചാര വികസനത്തിന്റെ ഭാഗമായി ആധുനിക ഹോട്ടലുകളും മദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാൻ തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവർ ബഹളമുണ്ടാക്കുന്നു. ചില ആളുകൾ വന്ന് ചോദിക്കുന്നു, ഞങ്ങൾ ആരും മോദിക്ക് വോട്ട് ചെയ്തിട്ടില്ല, പിന്നെ ഞങ്ങളെ ഭരിക്കാൻ മോദിക്ക് എന്താ അധികാരം എന്ന് ചോദിക്കുന്ന ആളുകൾ ആക്ടിവിസ്റ്റുകളുടെ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു. അപ്പൊ അതിന്റെ യുക്തി എന്താണ്? ഇപ്പൊ കേരളത്തിൽ VD സതീശൻ സർക്കാരിന് വോട്ട് ചെയ്യാത്ത ആളുകൾ ലക്ഷക്കണക്കിനില്ലേ? അവർ പറയാണ് സതീശന് ഞങ്ങളെ ഭരിക്കാൻ എന്താ അവകാശം എന്ന് ചോദിക്കുന്നതിന്റെ യുക്തി എന്താണ്? അപ്പോൾ വല്ലാത്ത തരത്തിലുള്ള വിഘടനവാദ സ്വഭാവം ഇങ്ങനെ ഒരു വിഭാഗത്തിന്റെ ആധിപത്യം കൂടുന്ന സ്ഥലങ്ങളിലുണ്ട്. നേരെ തിരിച്ച് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത്, മുമ്പൊരാൾ പറഞ്ഞതാണ് എന്നോട്, ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഒരു മുസ്ലിം കുടുംബം വന്നാൽ അവർക്ക് പൂർണ്ണ സുരക്ഷിതമായി അവിടെ താമസിക്കാം. ഹിന്ദുക്കൾ ഒരു തരത്തിലും അവരെ ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ എല്ലാ കാര്യത്തിനും സഹായവുമായി ഹിന്ദുക്കൾ ഉണ്ടാവും. എന്നാൽ നേരെ തിരിച്ച് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മഹാഭൂരിപക്ഷമായിരിക്കുന്ന സ്ഥലത്ത് 1 or 2 ഹിന്ദു കുടുംബം പെട്ടുപോയാൽ അവരുടെ അവസ്ഥ വല്ലാത്ത ദുരിതമായിരിക്കും. ഇത് പറയുമ്പോൾ നെറ്റി ചുളിക്കണ്ട, ഇത് വസ്തുതയാണ്. ഞാൻ ഇങ്ങനൊരു കുടുംബത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു അധ്യാപകന്റെ കുടുംബമാണ്. ആ അധ്യാപകന്റെ കുട്ടി സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ നല്ല പെർഫോമൻസ് നടത്തുന്ന നല്ല മിടുക്കിയാണ്. അദ്ദേഹം എന്നോട് പറയുകയാണ്, നമ്മുടെ വീട്ടിലേക്കൊക്കെ ആരെങ്കിലും വന്നാൽ 1000 കണ്ണുകളാണ് നോക്കാൻ. ആരാ വന്നിരിക്കുന്നത്? നിരീക്ഷണമാണ്. അത് കഴിഞ്ഞ് വന്ന് ചോദിക്കും, ആരാ വന്നിരിക്കുന്നത്, എന്താ വന്നിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചില ആളുകൾ, അപ്പുറത്തെ വീട്ടിലെ ചില സ്ത്രീകൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരും. എല്ലാ മുറിയിലും കയറി നോക്കും. എന്തിന്? കട്ടിലിനടിയിൽ വരെ നോക്കും. നിങ്ങളുടെ വീട്ടിൽ മറ്റാരെങ്കിലും വന്നിട്ടുണ്ടോ? അതായത് ഒരു ഹിന്ദു കുടുംബം അവിടെ വന്നാൽ അവർ സർവൈലൻസിലാണ്. കാരണം അത് അവരുടെ ഒരു രാജ്യമാണ്.
കർണാടകയിലെ ഒരു ഹൈക്കോടതി ജഡ്ജി പറഞ്ഞില്ലേ, ഇതെന്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്തേക്ക് കയറാൻ പോലീസിന് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെന്നേ കേരളത്തിൽ പോലും ഇല്ലേ, കേരളത്തിൽ പോലും ഉണ്ട്. ഞാൻ സ്ഥലങ്ങളുടെ പേരൊന്നും പറയുന്നത് നിങ്ങൾക്കറിയാം. ആ സ്ഥലങ്ങൾ തെക്ക് മുതൽ വടക്ക് വരെ എടുത്താൽ മുസ്ലിം ജനത കൂടുതലുള്ള സ്ഥലത്ത് പോലീസിന് പോലും ഇടപെടാൻ കഴിയാത്ത മേഖലകൾ ഈ കേരളത്തിലുമുണ്ട്. അതാണ് കർണാടകയിലെ ജഡ്ജി പറഞ്ഞത്. അല്ല, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് കയറാൻ അതെന്താ പാകിസ്ഥാനാണോ പോലീസിന് മടി എന്ന് ചോദിച്ചു. വലിയ വിവാദമായി. സത്യത്തിൽ അങ്ങനെയല്ലേ? കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത് പാകിസ്ഥാൻ മുക്കെന്ന് പേരിട്ടിരിക്കുന്ന സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഡെമോഗ്രാഫി കമ്മീഷൻ കേരളത്തിലും വരും. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യം എത്തുന്ന സ്ഥലങ്ങളിലൊന്നും മലപ്പുറമായിരിക്കും. അസ്വാഭാവികമായിട്ടുള്ള ജനസംഖ്യാ വർധനവ് എങ്ങനെ സംഭവിക്കുന്നു, അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ് എന്ന് പഠിക്കാൻ വരുന്നു. അതിൻ്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കിട്ടുകയും ചെയ്യും. 2029 കിട്ടുമോ എന്ന് മുമ്പ് കിട്ടി. അതിൽ നടപടി ഉണ്ടാവുമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ചില നടപടികൾ വേണ്ടിവരും. പിന്നെ കേന്ദ്രഭരണ പ്രദേശമായിട്ട് അങ്ങ് തീരുമാനിക്കാൻ മോദി അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ, മോദി അങ്ങ് തീരുമാനിച്ചാൽ മതിയെന്നേ. നമ്മുടെ ഈ കേരളത്തിനുള്ളിൽ ഇപ്പോഴും ഉണ്ടൊരു കേന്ദ്രഭരണ പ്രദേശം. കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ അറിയാം, തലശ്ശേരിക്ക് അടുത്ത് മാഹി എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രഭരണ പ്രദേശമാണ്. മാത്രമല്ല ലഡാക്കിന്റെ കേസിൽ ജമ്മു കാശ്മീരിനെ ജമ്മുവും ലഡാക്കുമായി വേർതിരിക്കുന്ന തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടതിനെ ചാലഞ്ച് ചെയ്ത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ കേസുകൾ വന്നു. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ഏതു പ്രദേശവും കേന്ദ്രഭരണ പ്രദേശമാക്കി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. അതുകൊണ്ട് മലപ്പുറം പോളണ്ട് പോലെയൊന്നുമല്ല, പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത് എന്ന് പറയാൻ. മലപ്പുറത്തെ സംബന്ധിച്ച്, മലബാറിനെ സംബന്ധിച്ച്, മലബാർ ഇപ്പോൾ ഏറ്റവും പിന്നാക്കമായിട്ടുള്ള ജില്ലയാണ്. കണ്ണൂരും കാസർഗോഡും ഒക്കെ ഉൾപ്രദേശങ്ങളിലെ കൂടെ യാത്ര ചെയ്ത് പോകണം. ഞാൻ കാസർഗോഡ് വഴി യാത്ര ചെയ്യാറുള്ള ആളാണ്. റോഡിൽ പോകുമ്പോൾ പലയിടത്തും തകർന്നു കിടക്കുന്ന റോഡുകൾ. നല്ല ആശുപത്രി ഇല്ലല്ലോ. നല്ലൊരു ആശുപത്രി വേണമെങ്കിൽ കാസർഗോഡുകാർ എവിടെ പോകണം? മംഗലാപുരത്ത് പോകണം. കാരണം കേരളത്തിലെ എത്ര മന്ത്രിമാർ, കേരളത്തിൻ്റെ എത്ര മുഖ്യമന്ത്രിമാർ വർഷത്തിൽ എത്ര തവണ കാസർഗോഡ് സന്ദർശിക്കുന്നുണ്ട്? അവഗണിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട, ആവശ്യമില്ലാത്തൊരു ജില്ല പോലെയാണ് കാസർഗോഡും കണ്ണൂരിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കഴിയുന്നത്. അതൊക്കെ മാറിയിട്ട് മലബാർ എല്ലാം കേന്ദ്രീകരിച്ച് മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും വേണമെങ്കിൽ വയനാടും ചേർത്ത് ഒരു കേന്ദ്രഭരണ പ്രദേശം വന്നാൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം മാറും. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പെട്രോൾ കിട്ടും, ഡീസൽ കിട്ടും, മദ്യവും കിട്ടും. കേന്ദ്ര സർക്കാരിന്റെ നിരവധി ആനുകൂല്യങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വീട് വെക്കാൻ ഉൾപ്പെടെ നേരിട്ട് കേന്ദ്രം തരുന്ന പദ്ധതികളുണ്ട്. അവർ ആ മേഖല രക്ഷപ്പെടട്ടെ. പണ്ട് എങ്ങനെയായിരുന്നേ? ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ വേറെയായിരുന്നു. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും വേറെയായിരുന്നു. കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി വോട്ടെടുപ്പിലൂടെ ജയിച്ചത് കേരളത്തിലല്ല, സത്യത്തിൽ മലബാറിലാണ്. മലബാർ ഭരണത്തിന്റെ ചുമതലയാണ് PT ഭാസ്കര പണിക്കർ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള മലബാർ ബോർഡ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി അധികാരത്തിൽ വന്നത്. അപ്പൊ പുതിയ കാര്യമൊന്നുമല്ല. മലബാർ പണ്ടും വേറെയായിരുന്നു, ബ്രിട്ടീഷ് ഭരണത്തിൽ നേരിട്ടായിരുന്നു. അതുപോലെ കേന്ദ്രഭരണ പ്രദേശമായി മലബാർ മാറുമെന്നത് കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് എന്നാണ് എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് മലബാറിൽ തൊട്ടാൽ, മലപ്പുറത്തെ തൊട്ടാൽ വിവരം അറിയും എന്നൊക്കെ പറയുന്നവർ അതങ്ങ് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാണ് മലബാർ കേന്ദ്രഭരണ പ്രദേശമായി മാറും. അതിൻ്റെ കൂടി തുടക്കമാണ് ഇന്നലെ ചേർന്ന അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ യോഗവും അതിൻ്റെ തീരുമാനങ്ങളും. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ മറക്കാതെ അതൊന്ന് ചെയ്യണേ.